പ്രിയ സ്നേഹിതരെ, വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയും. ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങളെ നമുക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകും. അങ്ങനെയുള്ളവയെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളെന്നും, കൈകാര്യം ചെയ്യാൻ പറ്റുന്നവയെ അനുകൂല സാഹചര്യങ്ങളും എന്നും നമുക്ക് തരംതിരിക്കാൻ പറ്റും. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ശീലിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. പിന്നെ പഠിച്ചെടുക്കുവാനും കഴിയും. ഇനിയും ഒരു തീയുടെ അടുത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞു കൊണ്ടുപോയെന്നിരിക്കട്ടെ, മെഴുതിരി കത്തി നിൽക്കുമ്പോൾ അതിനടുത്തേക്ക് ആ തീ എന്താണെന്ന് തൊട്ട് നോക്കാൻ ആ കുഞ്ഞു പോയാൽ ആ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിരലിൽ അടിക്കുന്ന ആ ചൂട് കാരണം പെട്ടെന്ന് ആ കുഞ്ഞ് കൈ വലിച്ചെടുക്കും. എന്തുകൊണ്ടാണ്? അത് ആ കുഞ്ഞിന് താങ്ങാവുന്നതിലും അധികമായ ചൂട് കയ്യിലടിച്ചപ്പോഴാണ് പെട്ടെന്ന് കൈ വലിച്ചു മാറ്റിയത്. ഒരു മുട്ടുസൂചി നമ്മുടെ കയ്യെ കൊണ്ടാലും നമ്മൾ പെട്ടെന്ന് കൈ വലിക്കും. ഇനി ഒരു റോസാപ്പൂ പറിക്കാൻ ചെല്ലുമ്പോൾ അതിലുള്ള മുള്ള് നമ്മുടെ കയ്യെ കൊണ്ടാൽ പെട്ടെന്ന് നമ്മൾ കൈ വലിച്ചു മാറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ചുറ്റുപാടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെല്ലാവരും ശ്രമിക്കും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരു രോഗം വന്ന ഒരാൾ, കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യാനൊക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അപകടം വന്നു, കാലിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു, ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്ത് ചെയ്യാനൊക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്യാൻസർ വന്ന് പല ശരീരഭാഗങ്ങൾ ദ്രവിച്ചും അഴുകിയും ഇരിക്കുന്ന ക്യാൻസർ വാർഡുകളിലുള്ള രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവിടെയൊക്കെ വല്ലപ്പോഴും ഒന്ന് പോകുന്നത് നല്ലതാണ്. ഇന്ന് സന്ദർശന സമയം ഉള്ളപ്പോൾ അങ്ങനെയുള്ള ക്ഷീണ അവസ്ഥയിൽ കിടക്കുന്ന രോഗികളുള്ള ആശുപത്രികളിലൊക്കെ പോകണം. ഇനി ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ രോഗികൾ? പ്രതികൂല സാഹചര്യത്തിലായിത്തീർന്നവർ നമ്മുടെ ചുറ്റുപാടുള്ള ഭവനങ്ങളിലും ഇല്ലേ? ഉണ്ട്. അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങനെയുള്ള ആശുപത്രികളിൽ പോകാൻ പറ്റുന്നിടത്ത് കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ, നമ്മുടെ യൗവനക്കാർ കാണട്ടെ. ആരോഗ്യമുള്ളപ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ കഴിവുള്ളപ്പോൾ നമുക്കിതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ നമ്മളും ഒരു നാളിൽ ക്ഷീണിക്കും. നമ്മുടെ ശരീരത്തിനും ബലഹീനത വരും. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ നമുക്കും വരും, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വരും എന്നറിഞ്ഞ് ഒന്ന് മുൻകൂട്ടി ഒരു മുൻകരുതൽ എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവീൻ, ഞാനത് പരിഹരിച്ച് തരാം എന്നാണ് ദൈവം പറയുന്നത്. വേറൊരു ഭാഗത്ത് ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം, നടത്താം എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ചെയ്യണം എന്നാണ് ആ വാക്കിൽ നിന്ന് വ്യക്തമായി പറയുന്നത്. അല്ലാതെ എല്ലാവരുടെ മുന്നിൽ കൈ നീട്ടുക, എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രതികൂലത്തെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നിൽക്കുന്ന അവസ്ഥയല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതോളം നമ്മൾ ചെയ്യണം. നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ ആരോഗ്യം കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ നാം പരിശീലിക്കണം. അതുകൂടാതെ മറ്റുള്ളവർ സഹായിക്കുവാൻ മനസ്സോടെ വരുന്നുവെങ്കിൽ അവരുടെ സഹായം പറ്റുന്നതിൽ യാതൊരു ലജ്ജയും വിചാരിക്കണ്ട. അങ്ങനെ കൊടുക്കുവാൻ, സഹായിപ്പാൻ മനസ്സുള്ള
അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ കൊടുക്കുന്നവരുമുണ്ട്. ഞാൻ അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനൊരു മനസ്സ് പലർക്കും ഉണ്ടല്ലോ. എൻ്റെ ശബ്ദം കേൾക്കുന്നതിൽ മിക്ക പേർക്കും അങ്ങനെയുള്ള മനസ്സുണ്ട് എന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം, ഞാൻ സഹായിക്കും. എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ ചുറ്റുപാടുമുള്ളവരെ ഞാൻ സഹായിക്കും. വല്ലപ്പോഴുമൊക്കെ ഞാൻ കുടുംബമായിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ പോകും. ചില വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുന്ന ഇതിലുള്ള അവിടെയൊക്കെ പോയി ഞാൻ വല്ലപ്പോഴും കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയോ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയോ അവർക്ക് മരുന്ന് വേണമെങ്കിൽ കുറച്ച് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? നിശ്ചയമായിട്ടുമാണ്. പക്ഷേ നമുക്കതിന് സമയം കണ്ടെത്തുവാൻ നാം മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയും അനേക കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.